ചേരുന്നത്. ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് കൂടി ചേരുന്നു. ശ്യാം, ഇന്നലെയൊക്കെ VM വിനു ചോദിച്ചിരുന്നത് ഞാനെന്താ ഈ രാജ്യത്തെ പൗരനല്ലേ, എനിക്ക് വോട്ട് അവകാശമില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു. പക്ഷേ ഇന്ന് കോടതി തിരിച്ച് രൂക്ഷമായ ഭാഷയിൽ തന്നെ ചോദിക്കുന്നു, നിങ്ങൾ ഈ നാട്ടിലെ പൗരനല്ലേ? ഇത്തരത്തിൽ കമ്മീഷന്റെയൊക്കെ നിർദ്ദേശങ്ങൾ വരുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് പലതവണ അവസരം നൽകിയതെന്ന് താങ്കൾ അറിഞ്ഞില്ലേ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. ഈ മുട്ടടയിലെ തിരുവനന്തപുരം മുട്ടടയിലെ സ്ഥാനാർത്ഥിയായ വൈഷ്ണയ്ക്ക് ലഭിച്ചൊരു ആനുകൂല്യം ലഭിക്കുമെന്നായിരുന്നു VM വിനുവിന്റെ കാര്യത്തിലും കോൺഗ്രസിന്റെ പ്രതീക്ഷ. പക്ഷേ രൂക്ഷമായ ഭാഷയിൽ ഇന്ന് കോടതി വിമർശിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വിനിത വേണു, അങ്ങനെ തന്നെയാണ്. അതിരൂക്ഷമായ ഭാഷയിൽ പരിഹസിച്ചാണ് ഈ ഹർജി തള്ളുന്നത്. VM വിനുവിന്റെ ഹർജി തള്ളുന്നത്. UDFന്റെ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥി കൂടിയായ VM വിനുവിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ഇന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്നുണ്ടായത്. പ്രത്യേകിച്ചും വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താത്തത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയാണ് തള്ളിയത്. ഈ ഹർജി കോടതി നടപടികൾ ആരംഭിക്കുമ്പോൾ VM വിനുവിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതി അറിയിച്ചത് താൻ ഒരു സെലിബ്രിറ്റിയും അറിയപ്പെടുന്ന സംവിധായകനുമാണ് എന്ന കാര്യമാണ്. ഇതാണ് ഹൈക്കോടതിയെ ചൊടിപ്പിച്ചത്. ഹൈക്കോടതി ഉടൻ തന്നെ സെലിബ്രിറ്റികൾ ഉടൻ തന്നെ അതിരൂക്ഷമായ ഭാഷയുള്ള വിമർശനം അത് വാദം തുടങ്ങിയപ്പോൾ തന്നെ ഉയർത്തുകയായിരുന്നു. സെലിബ്രിറ്റികൾക്ക് പ്രത്യേക പരിഗണനയില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയാണ് വേണ്ടത്. സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം അനുകൂലമായ ഒരു ഉത്തരവ് നൽകാനാവില്ല എന്നുകൂടി ഹൈക്കോടതി ഉടൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, സെലിബ്രിറ്റികൾക്കും സാധാരണ പൗരന്മാർക്കും രാജ്യത്ത് ഒരേ നിയമമാണ് എന്ന കാര്യവും കൂടി ഹൈക്കോടതി VM വിനുവിനെ ഓർമ്മിപ്പിച്ചു. മാത്രമല്ല, വീണ്ടും അതേ രീതിയിലുള്ള വിമർശനങ്ങൾ ഹൈക്കോടതി വലിയ രീതിയിൽ തന്നെ തുടരുകയാണ് ഉണ്ടായത്. ഏതായാലും സെലിബ്രിറ്റി എന്ന പരിഗണന നൽകാനാകില്ല എന്ന കടുത്ത നിലപാട് തന്നെയാണ് കോടതി സ്വീകരിച്ചത്. VM വിനുവിന് പകരം ഇനി ആരാകും കോഴിക്കോട് കല്ലായിൽ സ്ഥാനാർത്ഥിയായി എത്തുക? ഒപ്പം മേയർ സ്ഥാനാർത്ഥിയായി UDFന്റെ ആര് വരും? പ്രാദേശിക നേതാക്കളാകുമോ അതോ ഒരു സസ്പെൻസ് അതിൽ നിലനിൽക്കുന്നുണ്ടോ? പുതിയതായി ആരെങ്കിലും രംഗത്തിറക്കുമോ എന്നതുൾപ്പെടെ നമുക്ക് അറിയേണ്ടതുണ്ട്.